Good morning, dear all. Today's class is about the non-living cytoplasmic inclusions. Before entering into the class, let me make clear what is the difference between inclusions and organelles. What are organelles? സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും അതിനൊരു പ്രത്യേക ഫങ്ഷൻ ഉള്ളതുമായിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് ഓർഗനൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡീസ്, ലൈസോസോംസ് എക്സെട്ര ആർ ഓർഗനൽസ്. സോ എ ഓർഗനൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ വിച്ച് ഹാസ് എ പർട്ടിക്കുലർ ഫങ്ഷൻ ഇൻസൈഡ് ദ സെൽ. അല്ലേ, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ളതും ഒരു പ്രത്യേകതരം ഫങ്ഷൻ സെല്ലിൻ്റെ അകത്ത് പെർഫോം ചെയ്യാനുള്ളതുമായിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് ഓർഗനൽസ് എന്ന് വിളിക്കുക. ദെൻ വാട്ട് ആർ ഇൻക്ലൂഷൻസ്? These are structures which has no particular functions to perform, but they store materials like reserve food, secretory materials of the cell or excretory materials. അപ്പോൾ റിസർവ് ഫുഡോ സെക്രട്ടറി മെറ്റീരിയൽസോ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസോ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഇൻക്ലൂഷൻസ്. Now let us see which are the inclusions meant for storing reserve food materials. Before that, we have to see what are the reserve food materials present in plants. Carbohydrates, proteins and oils are the reserve food materials in plants. Carbohydrates, proteins, oils or fat and oils എന്ന് പറയാം. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? കാർബോഹൈഡ്രേറ്റ്, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, അല്ലേ? കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ്സിനൊരു ജനറൽ ഫോർമുലയുണ്ട്. വാട്ട്സ് ദ ജനറൽ ഫോർമുല ഓഫ് കാർബോഹൈഡ്രേറ്റ്? CnH2nOn. കാർബണിൻ്റെയും ഓക്സിജൻ്റെയും നമ്പർ ഒരുപോലെയും ഹൈഡ്രജൻ്റെ നമ്പർ കാർബണിൻ്റെ നമ്പറിൻ്റെ ഡബിളും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഗ്ലൂക്കോസിൻ്റെ ജനറൽ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? C6H12O6. അപ്പോൾ ഈ ഒരു ജനറൽ ഫോർമുലയാണ് കാർബോഹൈഡ്രേറ്റ്സിനുള്ളത്. CnH2n and ON. They are composed of carbon, hydrogen and oxygen. ഇനി കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഡിവിഷൻസാണ് ഉള്ളത് കാർബോഹൈഡ്രേറ്റ്സിന്. സ്വീറ്റ് ടേസ്റ്റിംഗ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിന് ഷുഗേഴ്സ് എന്നും, ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിൽ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇനുലിൻ ഇതൊക്കെ വരും. അപ്പോൾ സ്വീറ്റ് ടേസ്റ്റിംഗ് കാർബോഹൈഡ്രേറ്റ്സ് എന്നും ടേസ്റ്റ്ലെസ് കാർബോഹൈഡ്രേറ്റ്സ് എന്നും ഇങ്ങനെ രണ്ട് ഡിവിഷനായിട്ട് നമുക്ക് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി സ്വീറ്റ് ടേസ്റ്റിംഗ് കാർബോഹൈഡ്രേറ്റ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കെപ്പോഴും നമ്മൾ പറയുന്ന സ്വീറ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, ദീസ് ആർ സ്വീറ്റ് ടേസ്റ്റിംഗ് കാർബോഹൈഡ്രേറ്റ്സ്. And tasteless carbohydrates include starch, cellulose, inulin, etc. Now let us have a look on each type of carbohydrate. Carbohydrates are classified into monosaccharides, disaccharides and polysaccharides. What's the meaning of mono? Mono means one. That means monosaccharides are composed of only one unit, and this unit cannot be broken down into further simpler units. എന്നുവെച്ചാൽ എന്താണ്? മോണോസാക്രൈഡ്സിന് ഒരു യൂണിറ്റേ ഉള്ളൂ, ഒരു ബേസിക് യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ, ഗ്ലൂക്കോസ് ഈസ് എ മോണോസാക്രൈഡ്. ഗ്ലൂക്കോസ് ഈസ് കമ്പോസ്ഡ് ഓഫ് 6 molecules of carbon, 12 molecules of hydrogen and 6 molecules of carbon. ഇതിനെ ഇനിയും ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എലിമെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനേ പറ്റൂ. സിംപ്ലർ കോമ്പൗണ്ട്സ് ആയിട്ട് ഇനി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് മോണോസാക്രൈഡ്സ് എന്ന് പറയുക. They cannot be split into further small units. Example, glucose, fructose, etc. ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും ഇടയ്ക്കുള്ള റിലേഷൻ എന്താണെന്നറിയോ? രണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല സിമിലറും സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെൻറ്റുമാണ്. ഐസോമേഴ്സ് ആണ്, അല്ലേ?
ഒരുപോലെ മോളിക്കുലാർ ഫോർമുല ഉള്ളതും എന്നാൽ സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള മോളിക്യൂൾസിനെ ഐസോമേഴ്സ് എന്നാണ് വിളിക്കുക, സ്ട്രക്ചറൽ ഐസോമേഴ്സ്. ഇനി ഫ്രക്ടോസ് ഈസ് കോമൺലി കോൾഡ് ഫ്രൂട്ട് ഷുഗർ. നമ്മുടെ ഫ്രൂട്ട്സിലെല്ലാം കാണുന്ന മധുരം കൊടുക്കുന്നതായിട്ടുള്ള കോമ്പൗണ്ട് ഗ്ലൂക്കോസ് അല്ല, പിന്നെ ഏതാണ്? ഫ്രക്ടോസ്. എഫ് ഫോർ ഫ്രക്ടോസ് ആൻഡ് ഫ്രൂട്ട് ഷുഗർ. ഇനി എന്താ ഡൈസാക്രൈഡ്സ്? ഡൈസാക്രൈഡ്സ് ആർ കമ്പോസ്ഡ് ഓഫ് 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡൈസാക്രൈഡ് ആണ് സൂക്രോസ്, പഞ്ചസാര അല്ലേ, കെയിൻ ഷുഗർ. കെയിൻ ഷുഗർ എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിനിൽ നിന്നെടുക്കുന്ന ഷുഗർ. സൂക്രോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. ഈ സൂക്രോസിന് 2 മോണോമറിക് യൂണിറ്റാണ് ഉള്ളത്, അല്ലെങ്കിൽ 2 മോണോസാക്രൈഡ്സ് ചേർന്നിട്ടാണ് സൂക്രോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? Sucrose is composed of 1 molecule of fructose and 1 molecule of glucose. സ്ലൈഡിൽ ഇല്ലാത്തതായിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറയുമ്പോൾ അത് നോട്ട് ചെയ്തോളൂ കേട്ടോ. Sucrose is composed of 1 molecule of glucose and 1 molecule of fructose. This is also sweet to taste. ഇപ്പോൾ സ്വീറ്റ് ടേസ്റ്റിംഗ് ആയിട്ടുള്ള ഷുഗേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കാർബോഹൈഡ്രേറ്റിനെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ സ്വീറ്റ് ടേസ്റ്റിങ്ങും ടേസ്റ്റ്ലെസ്സുമായിട്ടും പറയാം. പിന്നെ അതിൻ്റെ സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി അനുസരിച്ച് അതിനെ മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, ട്രൈസാക്രൈഡ്, പോളിസാക്രൈഡ്. ട്രൈ കോമൺ ആയിട്ട് പറയാറില്ല, മോണോ, ഡൈ ആൻഡ് പോളി ഇങ്ങനെ പറയാറുള്ളൂ അല്ലേ. സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി അനുസരിച്ച് മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ് എന്നും അതിൻ്റെ നേച്ചർ അനുസരിച്ച് ടേസ്റ്റ്ലെസ് ആൻഡ് സ്വീറ്റ് ടേസ്റ്റിംഗ് കാർബോഹൈഡ്രേറ്റ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. Now let us see what is a trisaccharide. Trisaccharides are composed of 3 units of monosaccharide. Example, raffinose is a trisaccharide composed of 1 molecule of glucose, 1 molecule of fructose and 1 molecule of galactose. It is a common reserve carbohydrate found in plants. ചില പ്ലാന്റ്സിൽ കാണുന്ന റിസർവ് ഫുഡ് മെറ്റീരിയലാണ് റാഫിനോസ്. അപ്പോൾ റാഫിനോസ് ഒരു ട്രൈസാക്രൈഡിന് എക്സാമ്പിളാണ്. ഈ ഗാലക്ടോസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും പോലെ തന്നെ മോളിക്കുലാർ ഫോർമുലയുള്ള മറ്റൊരു കോമ്പൗണ്ടാണ് ഗാലക്ടോസ്. ഐസോമേഴ്സ് ആണ് കേട്ടോ. ഗ്ലൂക്കോസ്, ഗുലോസ്, ഗാലക്ടോസ് ഇതെല്ലാം ഐസോമേഴ്സ് ആണ്. Then comes polysaccharides. Polysaccharides are composed of more than 2 or 3 units of monosaccharide. For example, inulin. Inulin is a polysaccharide commonly found in colloidal condition in the root tuber of dahlia plant. ഞാൻ നേരത്തെ ഇനുലിനെ കുറിച്ച് പറയുമ്പോൾ സൺഫ്ലവറിൻ്റെ ട്യൂബറിലാണെന്ന് പറഞ്ഞു, തെറ്റിപ്പോയതാണ്. ഡാലിയ പ്ലാന്റ് അറിയുമല്ലോ എല്ലാവർക്കും, അതിൻ്റെ റൂട്ട് ട്യൂബർ. ഇപ്പോൾ റൂട്ട് ട്യൂബർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവ് ഫുഡ് റൂട്ടിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോഴാണ് റൂട്ട് ട്യൂബറസ് ആയിട്ട് മാറുന്നത് അല്ലേ. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോണിക്കൽ, നാപ്പിഫോം, ഫെസിക്കുലേറ്റഡ് റൂട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഈ റൂട്ടിൽ ഡാലിയയുടെ റൂട്ടിൽ കാണുന്ന റിസർവ് പോളിസാക്രൈഡാണ് ഇന്നുലിൻ. ഇറ്റ് അപ്പിയേഴ്സ് ആസ് ഫാൻ ഷേപ്ഡ് ക്രിസ്റ്റൽസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സെല്ലിൻ്റെ ഉള്ളിൽ സെൽ വാളിനോട് ചേർന്ന് ഫാൻ ഷേപ്ഡ് ക്രിസ്റ്റൽസ് ആയിട്ടാണ് ഇന്നുലിൻ അപ്പിയർ ചെയ്യുക. Then comes hemicellulose. ഹെമിസെല്ലുലോസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എപ്പോഴാണ് പറഞ്ഞത്? സെൽ വാളിൽ കാണുന്ന ഒരു സ്ട്രക്ചറൽ പോളിസാക്രൈഡ് കൂടെയാണ് ഹെമിസെല്ലുലോസ്. എന്താ ഹെമിസെല്ലുലോസ്? ഹെമിസെല്ലുലോസ് ഈസ് ഓൾസോ എ പോളിസാക്രൈഡ് കമ്പോസ്ഡ് ഓഫ് സെവറൽ മോണോസാക്രൈഡ്സ് ലൈക്ക് ഗ്ലൂക്കോസ്, സൈലോസ്, അറാബിനോസ്, മാനോസ് എക്സെട്ര. ഇപ്പോൾ ഈ പല മോണോസാക്രൈഡുകളുടെ കോമ്പൗണ്ട്, അതായത് പല മോണോസാക്രൈഡ്സ് ചേർന്നുണ്ടായിട്ടുള്ളൊരു പോളിസാക്രൈഡ്, ഒരു കോംപ്ലക്സ് പോളിസാക്രൈഡാണ് ഹെമിസെല്ലുലോസ്. ആൻഡ് ഗ്ലൂക്കോസ്, സൈലോസ്, അറാബിനോസ് ആൻഡ് മാനോസ് ആർ സം ഓഫ് ദി മോണോസാക്രൈഡ് ഫൗണ്ട് ഇൻ ഹെമിസെല്ലുലോസ്. മ്യൂസിലേജ് ഒരു റിസർവ് ഫുഡ്. ഹെമിസെല്ലുലോസ് ഈസ് നോട്ട് അറ്റ് ഓൾ എ റിസർവ് ഫുഡ്, ബട്ട് ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ പോളിസാക്രൈഡ്. മ്യൂസിലേജും അതും റിസർവ് ഫുഡ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് പെർഫോം ദി ഫങ്ഷൻ ഓഫ് റിസർവ് ഫുഡ് ഓൾസോ. മ്യൂസിലേജ് കാണുന്ന എവിടെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു വെണ്ടയ്ക്കയോ
അല്ലെങ്കിൽ ചെമ്പരത്തി പൂവിൻ്റെ മൊട്ടൊക്കെ പുറത്തുനിന്ന് നമ്മൾ അതിൻ്റെ പുറമേ തൊട്ട് നോക്കിയാൽ അതിന് മ്യൂസിലേജ് ഇല്ല. പക്ഷെ കട്ട് ചെയ്യുമ്പോഴേക്കും ആ കട്ട് എൻഡിൽ നിന്നുമാണ് മ്യൂസിലേജ് വരുന്നത് അല്ലേ. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മ്യൂസിലേജ് ഈസ് എ ഡീകമ്പോസിഷൻ പ്രോഡക്റ്റ് ഓഫ് ദി സെൽ വാൾ. സെൽ വാളിൽ കാണുന്ന പോളിസാക്കറൈഡ്സിൻ്റെ ഒരു ഡീകമ്പോസിഷൻ പ്രോഡക്റ്റാണ് മ്യൂസിലേജ്. അത് കശക്കി കഴിയുമ്പോഴാണ് മ്യൂസിലേജ് നമുക്ക് എക്സ്ട്രാക്റ്റ് ആവുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൽ നമ്മൾ മോണോസാക്രൈഡും ഡൈസാക്രൈഡും കഴിഞ്ഞ് പോളിസാക്രൈഡ്സ് ആണ് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് പോളിസാക്രൈഡിൻ്റെ എക്സാമ്പിളാണ് സ്റ്റാർച്ച്. ഈ പ്ലാന്റ്സിൽ കാണുന്ന പലതരം റിസർവ് ഫുഡിൽ ഏറ്റവും അധികം കാണുന്ന റിസർവ് പോളിസാക്രൈഡ് എന്ന് പറയുന്നത് സ്റ്റാർച്ചാണ് അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം സ്റ്റാർച്ചാണ് നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ്. നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ് ഇതിലെല്ലാം കാണുന്നത് സ്റ്റാർച്ചാണ്. പിന്നെ റൂട്ട് ട്യൂബേഴ്സ് അല്ലെ, കിഴങ്ങ് വർഗ്ഗങ്ങളിലും എല്ലാം കാണുന്ന സ്റ്റോറേജ് ഫുഡ് സ്റ്റാർച്ചാണ്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ സ്റ്റോറേജ് carbohydrate in the plant. Starch is the principal storage carbohydrate seen in the plants. മറ്റുള്ളതും ഉണ്ടെങ്കിലും സ്റ്റാർച്ചിനോളം വരില്ല. Let us see the peculiarities of starch. Starch is a tasteless polysaccharide composed of glucose monomers. അപ്പോൾ പോളിസാക്രൈഡ് ആണല്ലേ, ഒന്നിലധികം മോണോസാക്രൈഡ്സ് ഉണ്ട്. പക്ഷേ ഒരേ ഒരു മോണോസാക്രൈഡ് യൂണിറ്റാണ് സ്റ്റാർച്ചിൽ കാണുന്ന, അത് ഗ്ലൂക്കോസ് ആണ്. നമ്മൾ നേരത്തെ ഹെമിസെല്ലുലോസിന് ഇതൊരു കോംപ്ലക്സ് പോളിസാക്രൈഡ് ആണെന്ന് പറഞ്ഞല്ലേ. റാഫിനോസ്, മാനോസ്, സൈലോസ് അങ്ങനെ കുറേ മോണോസാക്രൈഡ്സ് ചേർന്നിട്ടാണ് ഹെമിസെല്ലുലോസ് ഉണ്ടായെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ സ്റ്റാർച്ചിന് നോക്കൂ, അതിന് ഗ്ലൂക്കോസ് മോണോമർ മാത്രമേ ഉള്ളൂ. ഹൺഡ്രഡ്സ് ഓഫ് ഗ്ലൂക്കോസ് മോണോമേഴ്സ് ചേർന്ന് നമ്മളൊരു മാലയിൽ ഒരുപോലെയുള്ള മുത്ത് കോർക്കുമ്പോൾ അതൊരു ഹോമോ പോളിസാക്രൈഡ് എന്ന് പറയാം നമുക്ക് അല്ലേ. ഒരുപോലെയുള്ള മുത്തുകൾ അടങ്ങിയൊരു മാല, പലതരത്തിലുള്ള ഷേപ്പിലുള്ളതും കളറിലുള്ളതായിട്ടുള്ള മുത്ത് കോർക്കുമ്പോൾ ആ മാല എന്തായി, പല പല കളറും പല പല ഷേപ്പും ഉള്ള മുത്ത്, അതായത് അതൊരു ഹെറ്ററോ പോളിസാക്രൈഡ് ആണ്. സ്റ്റാർച്ച് ഈസ് എ ഹോമോ പോളിസാക്രൈഡ്. എവിടെയാണ് സ്റ്റാർച്ച് കാണുന്നത്? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ cereals, roots, tubers, etc. It is stored in colorless plastids called amyloplast. അപ്പോൾ സെല്ലിനകത്ത് സ്റ്റാർച്ച് വെറുതെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുവാണോ, സ്കാറ്റർ ചെയ്ത് കിടക്കുവാണോ? അല്ല, ഒരിക്കലും അല്ല. സെല്ലിനുള്ളിൽ കാണുന്ന പ്ലാസ്റ്റിഡ് എന്ന് പറയുന്ന ഓർഗനൽ അല്ലേ, ഓർഗനലിൻ്റെ ഉള്ളിലാണ് സ്റ്റാർച്ച് കാണപ്പെടുന്നത്. ഈ കളർലെസ് പ്ലാസ്റ്റിഡിന് ഒരു പ്രത്യേക പേരും പറയും, അമൈലോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റിഡ്സിനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. Then starch is composed of a water soluble unit called amylose and a water insoluble unit called amylopectin. അപ്പോൾ ഒരു സ്റ്റാർച്ചിന് 2 യൂണിറ്റാണുള്ളത്, അമൈലോസും അമൈലോപെക്റ്റിനും. ഈ 2 യൂണിറ്റ് ഉണ്ടാവാൻ കാര്യം ഒരു മോണോമറേ ഉള്ളെന്നല്ലേ നമ്മൾ പറഞ്ഞ ഗ്ലൂക്കോസ്. പക്ഷേ ഈ ഗ്ലൂക്കോസ് ഒന്നിലധികം മോളിക്യൂൾസ് ചേർന്ന് നമ്മൾ പറഞ്ഞ മുത്തുമാല കോർക്കുന്ന പോലെ ഗ്ലൂക്കോസ് മുത്തുകൾ കോർത്ത് പോകുമ്പോഴേക്കും അതിൻ്റെ ബോണ്ടിങ് 6 കാർബൺ ഉള്ളതിൽ 1ാമത്തെയും 4ാമത്തെയും കാർബണിൻ്റെ ഇടയ്ക്കും ചില ഭാഗത്ത് 1ാമത്തെയും 6ാമത്തെയും കാർബണിൻ്റെ ഇടയ്ക്കുമാണ് ബോണ്ടിങ്. 1,4 ബോണ്ടിങ്, 1,6 ബോണ്ടിങ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. ആ ബോണ്ടിങ് അമൈലോസിലാണെങ്കിൽ അൺബ്രാഞ്ചഡ് ആയിരിക്കും, അത് വാട്ടർ സോളിബിളും ആണ്. ഇടയ്ക്ക് വെച്ച് 1,6 ബോണ്ടിങ് വരുന്നില്ല. പക്ഷേ അമൈലോപെക്റ്റിനിലാണെങ്കിൽ 2 ടൈപ്പ് ബോണ്ടിങ് വരുന്നതുകൊണ്ട് അത് ബ്രാഞ്ചഡ് ചെയിനായിട്ടാണ് കാണുന്നത്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റാർച്ചിന് 2 യൂണിറ്റാണുള്ളത്, അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. അമൈലോസ് ഒരു വാട്ടർ സോളിബിൾ യൂണിറ്റും അമൈലോപെക്റ്റിൻ വാട്ടർ ഇൻസോളിബിൾ യൂണിറ്റുമാണ്. ഇനി സ്റ്റാർച്ച് അമൈലോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ് കാണുന്നതെന്ന് പറഞ്ഞല്ലേ. ഈ പ്ലാസ്റ്റിഡിൻ്റെ ഉള്ളിൽ സ്റ്റാർച്ച് കാണുന്നതും ഒരു പ്രത്യേക ഷേപ്പിലാണ്, ഒരു പ്രത്യേക ആകൃതിയിലാണ്, ഗ്രെയിൻസ് ആയിട്ട്. ആ ഗ്രെയിൻസിൽ ഒരു പോയിന്റിന് ചുറ്റും ലെയേഴ്സ് പോലെയാണ് സ്റ്റാർച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതുപോലെ നടുക്ക് കാണുന്ന ഒരു പോയിന്റ്, അതിനെ ഹൈലം എന്ന് വിളിക്കും. ഹൈലത്തിൻ്റെ ചുറ്റും പല പല ലെയേഴ്സായിട്ട് സ്റ്റാർച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോയിൻ്റ് ഒരു എൻഡിലേക്കാണെന്ന് കാണാം അല്ലേ. ഇത് എക്സെൻട്രിക് സ്റ്റാർച്ച് ഗ്രെയിൻ ആണ്, പോയിൻ്റ് ഒരു എൻഡിലാണ്. ഈ ഹൈലം എന്ന് പറയുന്ന പോയിൻ്റ്, ഇതാണ് ഹൈലം. ഹൈലം ആ സ്റ്റാർച്ച് ഗ്രെയിനിൻ്റെ ഒരു അറ്റത്താണ് കാണുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാലോ,
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൈലം ഇതിൻ്റെ മിഡിലായിട്ട് കാണാം, പക്ഷേ ഇതിന് 2 ഹൈലം ഉണ്ട്, കണ്ടോ? അപ്പോൾ സിമ്പിൾ സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ട്. ഇനി ഇവിടെ നോക്കിയാൽ കോമ്പൗണ്ട് സ്റ്റാർച്ച് ഗ്രെയിൻ. ഇപ്പോഴാണ് എനിക്ക് പോയിൻ്റർ കിട്ടിയത് കേട്ടോ. ഞാൻ കുറേ നേരത്തെ നോക്കുമായിരുന്നു ഈ പോയിൻ്ററിനെ. ഇത് എക്സെൻട്രിക് സ്റ്റാർച്ച് ഗ്രെയിൻ, ഇതും എക്സെൻട്രിക് സ്റ്റാർച്ച് ഗ്രെയിൻ, ഇത് ഡൈസെൻട്രിക് 2 സെൻറ്റർ ഉണ്ട്, ഇത് കോമ്പൗണ്ട് സ്റ്റാർച്ച് ഗ്രെയിൻ. ഇനി ഇതുപോലെ ഹൈലം നടുവിലും അതിന് ചുറ്റും ലെയേഴ്സ് ഈക്വലായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺസെൻട്രിക് സ്റ്റാർച്ച് ഗ്രെയിൻ ആണ്. ആക്ച്വലി ഈ പിക്ചറിൽ കോൺസെൻട്രിക് സ്റ്റാർച്ച് ഗ്രെയിൻ അങ്ങനെ കാണുന്നില്ല. ഇത് ഏകദേശം കോൺസെൻട്രിക് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്താ കോൺസെൻട്രിക് എന്ന്. കോൺസെൻട്രിക് സ്റ്റാർച്ച് ലെയേഴ്സ് ആർ ഫൗണ്ട് ഇൻ ബനാന, പീ, സ്വീറ്റ് പൊട്ടറ്റോ എക്സെട്ര. എക്സെൻട്രിക് സ്റ്റാർച്ച് ഗ്രെയിൻ കാണുന്നത് പൊട്ടറ്റോയ്ക്കാണ്. കോമ്പൗണ്ട് സ്റ്റാർച്ച് ഗ്രെയിൻ കാണുന്നത് മെയ്സിലാണ്, മെയ്സ് ചോളം. അപ്പോൾ ഹൈലം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇതിൻ്റെ ഒരു റിഫ്രാക്റ്റീവ് പോയിൻറ്റിനെയാണ് ഹൈലം എന്ന് വിളിക്കുക. ഹൈലത്തിന് ചുറ്റുമാണ് സ്റ്റാർച്ച് ലെയേഴ്സ് കാണുന്നത്. ദെൻ കംസ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഈ സെല്ലുലോസും പെക്റ്റിനും ഒരു റിസർവ് ഫുഡ് എന്നതിലുപരി അതൊരു സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് ആണ്. എവിടെയാണ് സെല്ലുലോസും പെക്റ്റിനും കാണുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയേ. സെൽ വോളിൽ അല്ലേ? സെൽ വോളിൻ്റെ മിഡിൽ ലാമെല്ലയിൽ പെക്റ്റിൻ കാണും. പ്രൈമറി സെൽ വോളിൽ സെല്ലുലോസ് കാണും, പെക്റ്റിനും കാണും. സെക്കൻഡറി സെൽ വോളിൽ പെക്റ്റിനില്ല, സെല്ലുലോസ് ഉണ്ട്, ഹെമി സെല്ലുലോസ് ഉണ്ട്. ഇത് കൂടാതെ സെക്കൻഡറി സെൽ വോൾ ഡെഡ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ലിഗ്നിൻ, സ്യൂബറിൻ, വാക്സ് ഇതൊക്കെ ഉണ്ട്. ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ സെല്ലുലോസിനെ കുറിച്ചേ ഇപ്പോൾ പറയുന്നുള്ളൂ. Cellulose is not a reserve food but a structural polysaccharide composed of glucose monomers. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? സ്റ്റാർച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് ഗ്ലൂക്കോസ് മോണോമേഴ്സ്. ഇപ്പോൾ പറയുന്നു സെല്ലുലോസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഗ്ലൂക്കോസ് മോണോമേഴ്സ്. പിന്നെ എങ്ങനെയാണ് സ്റ്റാർച്ചും സെല്ലുലോസും രണ്ടായത്? ഒന്ന് ഓർത്ത് നോക്കിയേ. രണ്ടിൻ്റെയും മോണോമർ ഏതാണ്? ഗ്ലൂക്കോസ് ആണ്. പക്ഷേ സ്റ്റാർച്ച് നമുക്ക് ഭക്ഷണമായിട്ട് കഴിക്കാം, ഡൈജസ്റ്റ് ചെയ്യും. സെല്ലുലോസ് നമുക്ക് കഴിക്കാൻ പറ്റുമോ? കുറച്ച് പുല്ലും വെള്ളവും കുടിച്ചാൽ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്തിന്? കുറച്ച് മൂത്ത് പോയ വെണ്ടയ്ക്കയുടെ നാര് നമ്മൾ കഴിച്ചാൽ ഡൈജസ്റ്റ് ചെയ്യും? ഇല്ല അല്ലേ? അതുപോലെ ഇപ്പോൾ ഈ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ബോണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. സ്റ്റാർച്ചിൻ്റെയും സെല്ലുലോസിൻ്റെയും മോണോമർ ഗ്ലൂക്കോസ് ആണെങ്കിലും രണ്ടിൻ്റെയും ബോണ്ടിങ് വ്യത്യാസമുണ്ട്. സെല്ലുലോസിൽ കാണുന്ന β16 ബോണ്ടിങ് ക്ലീവ് ചെയ്യാൻ, അതായത് ആ ബോണ്ടിങ് മുറിച്ചിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ഹ്യൂമൻ ബീങ്സിനില്ല. അത് കാറ്റിൽസിന് മാത്രമേ സെല്ലുലൈസ് എൻസൈം ഉള്ളൂ കേട്ടോ. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതി പറഞ്ഞതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മളിപ്പോൾ പറയുന്നില്ല. അപ്പോൾ സ്റ്റാർച്ചും സെല്ലുലോസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? സിമിലാരിറ്റി എന്താണ്? രണ്ടിൻ്റെയും മോണോമർ ഗ്ലൂക്കോസാണ്. ഇനി ഡിഫറൻസ് എന്താണ്? സ്റ്റാർച്ച് ഈസ് ഡൈജസ്റ്റഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. ഏതാണ് സ്റ്റാർച്ച് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം? സുവോളജിയൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. അമൈലേസ് അല്ലേ? സലൈവയിലുള്ള അമൈലേസ് എന്ന് പറയുന്ന എൻസൈമിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡസ്റ്റൈനിൽ സ്റ്റാർച്ച് ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള എൻസൈംസ് ഒക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ അതൊന്നും. ഇനി സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ഹ്യൂമൻ ബീങ്സിനില്ല. സെല്ലുലോസിലുള്ള β16 ബോണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആരും എഴുതി വെക്കേണ്ടത്. എനിവേ രണ്ടും സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണെന്ന് മാത്രം ഓർക്കുക. സ്റ്റാർച്ചും സെല്ലുലോസും സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണ്. ദെൻ പെക്റ്റിൻ ഈസ് എ കോമ്പൗണ്ട് ഫൗണ്ട് ഇൻ ദ മിഡിൽ ലാമെല്ല ഓഫ് സെൽ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലേ? കാൽഷ്യം പെക്റ്റേറ്റും മെഗ്നീഷ്യം പെക്റ്റേറ്റുമായിട്ടാണ് മിഡിൽ ലാമെല്ലയിൽ പെക്റ്റിൻ കാണുന്നത്. പക്ഷേ പെക്റ്റിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെക്റ്റിൻ ഈസ് എ കോംപ്ലെക്സ് പോളിസാക്കറൈഡ് കമ്പോസ്ഡ് ഓഫ് ഡി-ഗാലക്ട്യൂറോണിക് ആസിഡ്. ഗാലക്ടോസ് എന്ന് പറയുന്ന ഷുഗർ നമ്മൾ നേരത്തെ പറയുന്നത് ഗാലക്ടോസ്. ഈ ഗാലക്ടോസ് എന്ന് പറയുന്ന ഹെക്സോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ 6 കാർബൺ ഷുഗർ നേരത്തുള്ളൂ. ഗാലക്ടോസ് എന്ന് പറയുന്ന ഹെക്സോസ് ഷുഗറിൻ്റെ ആസിഡ് ഡെറിവേറ്റീവാണ് ഗാലക്ട്യൂറോണിക് ആസിഡ്. ഞാൻ എഴുതിയപ്പോൾ ചെറിയൊരു പെശക് പറ്റി കേട്ടോ. ആസിഡ് ഡെറിവേറ്റീവ് ഓഫ് ഗാലക്ട്യൂറോണിക് ആസിഡ് അല്ല,
ആസിഡ് ഡെറിവേറ്റീവ് ഓഫ് ഗാലക്ടോസ്. ഗാലക്ടോസ് എന്ന് പറയുന്ന ഷുഗറിൻ്റെ ആസിഡ് ഡെറിവേറ്റീവാണ് ഗാലക്ടൂറോണിക് ആസിഡ്. ഈ ഗാലക്ടൂറോണിക് ആസിഡിൻ്റെ പോളിമറാണ് പെക്റ്റിൻ. Then last comes proteins, fats and oil. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം, സ്റ്റാർച്ച്, നമ്മൾ രാവിലെ ദോശ കഴിച്ചു, അതിൽ സ്റ്റാർച്ച് ഉണ്ട് അല്ലേ, അരിയും ഉഴുന്നുമാണ് ചേർത്തിട്ടുള്ളത്. ഉഴുന്നിൽ എന്താ ഉള്ളത്? പ്രോട്ടീൻ. പ്രോട്ടീൻസ് ആർ കമ്പോസ്ഡ് ഓഫ് സിമ്പിൾ യൂണിറ്റ്സ് കോൾഡ് അമിനോ ആസിഡ്സ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ മോണോമറിക് യൂണിറ്റ് ആയിട്ടുള്ള മോണോസാക്രൈഡ് പോലെ പ്രോട്ടീനിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. പ്രോട്ടീൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് called alluron grains and are stored in colorless plastids called alluroplast. അതിനൊരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ആ സെൻറ്റൻസിൽ. ഇനി പ്രോട്ടീൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട് ഇൻസൈഡ് കളർലെസ് പ്ലാസ്റ്റിഡ്സ് കോൾഡ് അല്യൂറോപ്ലാസ്റ്റ്. ഇങ്ങനെ തിരുത്തി എഴുതിക്കോളൂ കേട്ടോ. നമ്മൾ നേരത്തെ അമൈലോപ്ലാസ്റ്റ് പറഞ്ഞതുപോലെ മറ്റൊരു തരം പ്ലാസ്റ്റിഡാണ് അല്യൂറോപ്ലാസ്റ്റ്. ഈ അല്യൂറോപ്ലാസ്റ്റിന് പ്രോട്ടീനോപ്ലാസ്റ്റ് എന്ന് പറയാം. പ്രോട്ടീനോപ്ലാസ്റ്റിനകത്താണ് പ്രോട്ടീൻ ഗ്രെയിൻസ് കാണുന്നത്. ഈ ഗ്രെയിൻസിൻ്റെ പേരാണ് അല്യൂറോൺ ഗ്രെയിൻസ്. പ്രോട്ടീൻ ഗ്രെയിൻസ് ആർ അതർവൈസ് കോൾഡ് അല്യൂറോൺ ഗ്രെയിൻസ് ആൻഡ് ദേ ആർ സ്റ്റോർഡ് ഇൻ കളർലെസ് പ്ലാസ്റ്റിഡ്സ് കോൾഡ് അല്യൂറോപ്ലാസ്റ്റ് ഓർ പ്രോട്ടീനോപ്ലാസ്റ്റ്. ഇനി ഫാറ്റും ഓയിലും. ചില പ്ലാന്റിലൊക്കെ സെല്ലിൻ്റെ ഉള്ളിൽ ഫാറ്റ് ഡെപ്പോസിഷൻ കാണും, ഓയിൽ ഡെപ്പോസിഷൻ കാണും. ദി ഓയിൽസ് ആർ കോമൺലി സ്റ്റോർഡ് ഇൻ സീഡ്സ് ഇൻ കളർലെസ് പ്ലാസ്റ്റിഡ്സ് കോൾഡ് എലയോപ്ലാസ്റ്റ്. സീഡ്സിലാണ് കൂടുതലും ഓയിൽ സ്റ്റോറേജ് ഫുഡായിട്ട് കാണാം. ഗ്രൗണ്ട് നട്ട് പറയല്ലേ, നിലക്കടലയിലും അങ്ങനെ പലതരത്തിലുള്ള സീഡ്സിൽ സ്റ്റോർഡ് ഫുഡായിട്ട് ഓയിൽസ് കാണാറുണ്ട്. അപ്പോൾ ഓയിൽ സ്റ്റോർ ചെയ്യുന്ന പ്ലാസ്റ്റിഡിൻ്റെ പേരെന്താണ്? എലയോപ്ലാസ്റ്റ്. അപ്പോൾ 3 ടൈപ്പ് പ്ലാസ്റ്റിഡ് നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്ന അമൈലോപ്ലാസ്റ്റ്, പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്യുന്ന പ്രോട്ടീനോപ്ലാസ്റ്റ്, ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന എലയോപ്ലാസ്റ്റ്. ഇതാണ് അമൈലോപ്ലാസ്റ്റിൻ്റെ പിക്ചർ കേട്ടോ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് പിക്ചറാണ്. ഇത്രയും വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ ഷേപ്പ് കണ്ടോ, ഡിസ്ക് ഷേപ്ഡാണ്. ഇത് ഓയിൽ ഗ്ലോബ്യൂൾസാണ്. ഇത് പലതരത്തിലുള്ള പ്ലാസ്റ്റിഡ്സ് ആണ്. ആദ്യം സെല്ലിനകത്തൊരു പ്ലാസ്റ്റിഡ് ഉണ്ടാവും. അതായത് ഇതിനെ പ്രോപ്ലാസ്റ്റിഡ് എന്ന് വിളിക്കാം. ഇത് ആ സെല്ലിൻ്റെ ആവശ്യകത അനുസരിച്ച് അത് വേണമെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് ആവാം. ഇപ്പോൾ ഒരു ഇലയാണെന്ന് വിചാരിക്കുക. ഇലയാണെങ്കിൽ അതിന് പിഗ്മെൻറ്റ് മാത്രം സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ അതെന്തായിട്ട് മാറും? ക്രോമോപ്ലാസ്റ്റും ക്ലോറോപ്ലാസ്റ്റും. ക്രോമോപ്ലാസ്റ്റിൽ കളേർഡ് പിഗ്മെൻറ്റും ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രീൻ പിഗ്മെൻ്റ് ആയിട്ടുള്ള ക്ലോറോഫില്ലും സ്റ്റോർ ചെയ്യാം. ക്രോമോയിൽ കാണുന്നത് കരോട്ടിൻസും സാന്തോഫിൽസൊക്കെയാണ്. ഇനി ഈ സെല്ലൊരു അതേ പ്ലാന്റിൻ്റെ തന്നെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ലീഫിലാണെങ്കിൽ പ്രോപ്ലാസ്റ്റിഡ് എന്തായിട്ട് മാറും? ക്രോമോപ്ലാസ്റ്റും ക്ലോറോപ്ലാസ്റ്റായിട്ട് മാറാം. കാര്യം ലീഫിൻ്റെ ഫങ്ഷൻ ഫോട്ടോസിന്തസിസ് ആണ്, ഫുഡ് സ്റ്റോറേജ് അല്ല. അത് സ്റ്റെമ്മിലാണെങ്കിലോ, സ്റ്റെമ്മിലോ സീഡിലോ റൂട്ട് ട്യൂബറിലോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഇതിന് ല്യൂക്കോപ്ലാസ്റ്റായിട്ട് മാറാം. കളർലെസ് ആയിട്ടുള്ള ല്യൂക്കോപ്ലാസ്റ്റായിട്ട് മാറാം. അതിൽ തന്നെ സ്റ്റാർച്ചാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ അമൈലോപ്ലാസ്റ്റും, ഓയിലാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ എലയോപ്ലാസ്റ്റും, പ്രോട്ടീനാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ പ്രോട്ടീനോപ്ലാസ്റ്റുമായിട്ട് ഈ പ്ലാസ്റ്റിഡിന് ട്രാൻസ്ഫോം ചെയ്യാം അല്ലേ? Okay, this is all for today's class.